ഇന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പരസ്പരം ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല. അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് എന്താണ് നിങ്ങളോട്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 5 കാർഡ് ഈ പൈലിൽ നിന്ന് എടുക്കും. ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ബേസിസിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാർഡ് ഞാനും നോക്കിയിട്ടില്ല കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെയാണ് ഞാൻ കാർഡ് എടുക്കുന്നത്. ഓക്കെ, നോക്കാം. 3 of Cups, 3 of Pentacles, the Moon, Knight of Swords and Queen of Swords. നിങ്ങളോട് തുറന്ന് പറയാൻ പേടിയുള്ളതുപോലെയാണ് ഇവർക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങളോട് ഇഷ്ടമാണ് തീർച്ചയായിട്ടും, കാരണം സങ്കടം അവിടെ കാണുന്നുണ്ട്. കൺഫ്യൂഷനിലാണ് ഒരു പക്ഷേ. നിങ്ങൾ വിചാരിക്കുന്ന പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 3 ആൾക്കാരുടെ 2 പേരും തന്നെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അവിടെ 3 പേരുടെ പ്രസൻസ് കാണുന്നുണ്ട് നിങ്ങളുടെ റിലേഷനിൽ. ഓക്കെ, നിങ്ങളെ പ്രതി ഹൈലി പാഷനേറ്റ് ആണ്. അതേപോലെ നിങ്ങളോട് തുറന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ള പേടി മൂലം ഇവർ നിങ്ങളോട് പറയാതിരിക്കുന്നതാണ്. സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ സ്നേഹമാണ്. ഗീവ് മീ കപ്പിൾ ഓഫ് കാർഡ്സ് മോർ പ്ലീസ്. 2 കാർഡൂടെ എടുക്കാം കേട്ടോ. കിങ് ഓഫ് സ്വാർഡ്സ്. നിങ്ങളെപ്പോലെ തന്നെ അവരും അതേ ചിന്തയിലാണ്, പരസ്പരം പറയാൻ പേടിച്ചിരിക്കുകയാണ്. 10 ഓഫ് പെൻറ്റക്കിൾസ്. കാരണം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ ഫാമിലി അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ഏസ് ഓഫ് വോൺസ്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്ന് അവർ വളരെ കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുമായി ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണമെന്നും അവർ വളരെ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. പേടി മൂലം നിങ്ങളോട് പറയാത്തതാണ്. നിങ്ങൾ റിജക്റ്റ് ചെയ്താലോ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഉള്ള പേടി മൂലമാണ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാത്തത്. നിങ്ങളുടെ മനസ്സിലും ഇത് തന്നെ ആയിരിക്കണം.